രമാ മേഡം രഹസ്യങ്ങളിലെ ചുരുളും കാത്തിരിക്കുക. പാവം. രമ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാ അതങ്ങോട്ട് പറ. അറിയാതെ വേണ്ട. എന്താ എന്താ പ്രശ്നം? നിനക്ക് കുട്ടിക്കാലത്ത് മിന്നാമിനിങ്ങിനെ വലിയ ഇഷ്ടമായിരുന്നു. രാത്രി മിന്നാമിനിങ് മിന്നി മിന്നി പറക്കുമ്പോ മോൻ ചോദിക്കുമായിരുന്നു, അത് കുഞ്ഞു നക്ഷത്രം ഭൂമിയിലേക്ക് വന്നതാണോന്ന്. അപ്പോ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ അത് ആകാശത്തെ കുഞ്ഞു നക്ഷത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്ന് തന്നെ പറയും. പക്ഷേ അമ്മയ്ക്ക് യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു പകലിൽ അമ്മ ഒരു മിന്നാമിനിങ്ങിനെ പിടിച്ച് എന്റെ മോന് കാണിച്ചു തന്നു. അതുവരെ കുഞ്ഞു നക്ഷത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന മോന് അത് വെറും ഒരു കുഞ്ഞു വണ്ടാണെന്ന് മനസ്സിലായി. യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അതെന്താ കുഞ്ഞോളെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കഥ പറയാൻ? വേറൊന്നുമല്ല ഭദ്രേട്ട, കൂട്ടത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ ഉണ്ടോന്നൊന്ന് അറിയണം. മൊബൈല് ആട്ടിൻകൂട്ടത്തിനിടയിലേക്ക് ഒരു ചെന്നായ കയറി പറ്റിയാൽ അതിന് എത്രയും പെട്ടെന്ന് അടിച്ചോടിച്ചേ പറ്റൂ. അങ്കിള് പറഞ്ഞത് ശരിയല്ലേ ലക്ഷ്മി മോളെ? പക്ഷേ ഈ ചെന്നായ ആട്ടിൻ തോലിട്ട് വന്നാൽ എങ്ങനെ തിരിച്ചറിയും? അതൊരു ചോദ്യം കുഞ്ഞോളെ. ആട്ടിൻ തോലിട്ട് വന്നതാണോന്ന് നോക്കാൻ ശേഷിയുള്ള ഒരാള് ഇപ്പൊ ഇവിടെ വരും. ആര് വരുമെന്നാ അമ്മീ പറയുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? ആർക്കും എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. അമ്മ ഇരിക്കെ. രമാ മേഡം രഹസ്യങ്ങളിലെ ചുരുളും കാത്തിരിക്കുക. പാവം. എന്തോ പ്രശ്നമുണ്ടല്ലോ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പൊ പരിധിക്ക് പുറത്താണ്. എന്താ കുഞ്ഞോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊക്കെ നാടകങ്ങൾ ഇവിടെ നടക്കുന്നത്? നാടോ? ഇത് ഏത് നാടകത്തിന് കാര്യം ഈ പറയുന്നേ? പണ്ടൊക്കെ നാടകത്തിന് വലിയ ഡിമാൻഡായിരുന്നു. ഞാനും അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലൊക്കെ. ഉത്സവമായ പിന്നെ ദിവസവും 2-3 കളിയാ. ഓ, ഇന്നിപ്പോ കാലമൊക്കെ പോയി. പല ഉത്സവങ്ങളിൽ ഇപ്പൊ നാടകമില്ലെന്ന അവസ്ഥയായി. ആകെ ശോഭം. ഞാൻ പറഞ്ഞത് കൂത്തമ്പലത്തിലെ നാടകത്തെ കുറിച്ചല്ല, ഈ വീട്ടിൽ നടക്കുന്ന നാടകത്തെ കുറിച്ചാ. ഈ വീട്ടിലെ നാടകത്തെ കുറിച്ചാണോ? ഇത് എന്തൊക്കെ ഈ പറയുന്നേ? ആദ്യം നാടകം കളിക്കുന്നു എന്ന് പറയുന്നു, ഇപ്പൊ വീട്ടിലെ നാടകമാണെന്ന് പറയുന്നു. എന്താ കുഞ്ഞോട് ഇതൊക്കെ? മോനെ അർജുന, പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മിടുക്കനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ സാരഥിയായി മാറിയ അർജുനന്റെ പേരാണ് നിനക്കിട്ടിരിക്കുന്നത്. അച്ഛൻ എന്തോ ഓർമ്മ കുറവ് വന്നിട്ടുണ്ട്. അത് സാധാരണ. ഒരു മനുഷ്യൻ കാലങ്ങളായിട്ട് ജോലിയും കൂലിയില്ലാതെ നിൽക്കുകയല്ലേ, അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇനി നീ വേണം അതൊക്കെ തിരുത്തി കൊടുക്കാൻ. എങ്ങനെ? എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അർജുൻ മോൻ അധികം വയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഹലോ നരേന്ദ്രേട്ട, എന്തായി? എന്താവാൻ, നരിയേറ്റ കാര്യം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറേ അവളുടെ അവസാന ശ്വാസം നിലച്ചിട്ടുണ്ടായിരിക്കും.